കുക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. മത്തങ്ങ കൊണ്ടൊരു മെഴുക്ക് വരട്ടി വെക്കണതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ മത്തങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പച്ചക്കറിയാണ്. നമ്മളെല്ലാവരും വീട്ടിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ്. മത്തങ്ങയും കൊണ്ട് നമ്മൾ എന്താ ഉണ്ടാക്കുക, എരിശ്ശേരി അതുപോലെ സാമ്പാറിലൊക്കെ ഇടും, പിന്നെ ഓലൻ അങ്ങനത്തെ ഐറ്റമല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇത് മെഴുക്ക് വരട്ടി അങ്ങനെ ആരും അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അതാണ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. അതുപോലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അധികം മുളകൊന്നും ഇല്ലാതെ മെഴുക്ക് വരട്ടിയല്ലേ, നല്ല അത്യാവശ്യം എണ്ണ ഒഴിക്കണം. അപ്പോൾ എണ്ണയിൽ മാത്രമായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം ആവിയിൽ എണ്ണയിലും അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കും അതുപോലെ വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. കഞ്ഞിക്കൊക്കെ ഉപയോഗിക്കും. അച്ചാറിൻ്റെ കൂടെ അച്ചാറും മെഴുക്ക് വരട്ടിയൊക്കെ കൂട്ടി നമ്മൾ കഞ്ഞി കുടിക്കില്ലേ, അപ്പോൾ കഞ്ഞിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മത്തങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ റെഡിയാക്കി വെച്ചുന്നത്. ഇതുപോലെ ആക്കിയെടുക്കണം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളായാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതുപോലെ അരിഞ്ഞെടുക്കണേ. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തൊലി ഇരുന്നോട്ടെ, തൊലി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ബലം ഉണ്ടാവുമല്ലോ. അപ്പോൾ തൊലിയോടെയാണ് കഷ്ണങ്ങളാക്കി എടുത്തണേ. അതുപോലെ തന്നെ പച്ചമത്തൻ പറ്റില്ല കേട്ടോ, അത്യാവശ്യം പഴുത്ത മത്തനാവണം. പച്ചമത്തനിൽ ഈ കറി അത്ര ടേസ്റ്റ് ആയിക്കൊള്ളുന്നില്ല. മത്തൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കറിയിലേക്ക് ചേർക്കണ സാധനങ്ങൾ തേങ്ങ, കറിവേപ്പില, കടലയാണ്, പൊട്ടുകടല, പിന്നെ കടുകും മുളകും, ഇത്രയും സാധനങ്ങളാണ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണത്. അതുപോലെ ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. ഈ എണ്ണയിലേക്ക് പൊട്ടുകടലയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കണേ. പൊട്ടുകടല അതുപോലെ ഒരു മൂത്ത് വരുമ്പോൾ അതിലേക്ക് കടുകും മുളകും ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ച് മത്തങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ഈ എണ്ണയിൽ കിടന്നിട്ട് വേവണം. ഫ്ലെയിം കുറച്ച് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ, 2 മിനിറ്റ്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം മത്തങ്ങ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഒരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടില്ലേ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോന്നറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഇതുപോലുള്ള സിമ്പിൾ കറികളുടെ റെസിപ്പിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഒന്നുകൂടെ പറയുകയാണേ.